Ambassador, welcome to Dublin Volvo World. This is Justin Lewis. I'm really happy to be back. Actually, I've been doing really hectic work. Actually, I wasn't able to come to you guys. Actually, so great. And today, nothing special, but I'm definitely going to do a cooking video. Really interestingly, I'm gonna make ചക്കപ്പുഴുക്ക്. നമ്മുടെ നാട്ടിലെ ഒന്നാമത് ചക്കപ്പുഴുക്കും അതുപോലെ നമ്മുടെ ചിക്കനുകൾ വെക്കാൻ പോകണം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ കുക്കിംഗ് വ്ലോഗ് ആയിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുകൊണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ Dublin Volvo World. If you're watching the Dublin Volvo World for the very first time, I want you to all subscribe my channel, give likes, comments, and support me as much as you can. And definitely, I'm going to upload a lot of interesting videos regarding travel, food, pilgrimage, and a lot more. What else you guys want? Yeah? നമ്മുടെ നാട്ടിൽ പോലെ അത്ര നാട്ടിൽ ചക്ക കിട്ടുന്ന ഒരു ടൈം അല്ല തോന്നുന്നു. മഴക്കാലൊക്കെ ആയതുകൊണ്ട് ചക്ക കുറവായിരിക്കും. പക്ഷെ നമുക്ക് ഇവിടെ ഡബ്ലിനിൽ നമ്മുടെ ഇന്ത്യൻ ഷോപ്പിൽ നിന്ന് അടിപൊളി നല്ല പച്ച നല്ല അരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയ നമുക്ക് ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നല്ല ചക്കപ്പുഴുക്കും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞൊരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകണം കേട്ടോ. ഇവിടെ വന്നപ്പോൾ ആദ്യമായിട്ടാണ് ചക്ക പുഴുകാൻ പോണേ. അവിടെ പോയ സമയങ്ങളിൽ പല സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ മേടിച്ചത് ഈ തവണയാണ്. അപ്പം ഇന്നത്തെ ഒരു വിഭവം ശരിക്കും പറഞ്ഞാൽ ചക്കപ്പുഴുക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡറൊക്കെ മേടിച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് അടിപൊളിയായിട്ട് നമുക്ക് തേങ്ങയൊക്കെ അരച്ച് ചക്ക റിയലായിട്ട് പുഴുങ്ങുന്നത് പോലെ പുഴുങ്ങാം. നമുക്ക് കറിവേപ്പിലയുണ്ട്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്ത് വാച്ച് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കമന്റ്സ് ഒക്കെ അറിയിക്കണം. നിങ്ങളുടെ സപ്പോർട്ടുകളൊക്കെ തന്നെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ രാവിലെ ജോലി കഴിഞ്ഞ് വന്ന സമയത്ത് പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുണ്ടായിരുന്നല്ലോ. വേഗം 2 പാറ്റീസ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇച്ചിരി എഗ്ഗും വെച്ചിട്ട് പെട്ടെന്ന് ഒരു ബർഗർ പോലെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ കുക്കിംഗ് തുടങ്ങാൻ വേണ്ടിയിട്ട്. നമ്മുടെ എന്താ പറയുക ചക്കപ്പുഴുക്കും അതുപോലെ തന്നെ നമുക്ക് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് വേണം. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് തുടങ്ങാം കേട്ടോ. അപ്പം നമ്മൾ ചക്കപ്പുഴുക്കം ഉണ്ടാക്കാൻ പോകുമ്പോൾ ഞാൻ നാട്ടിൽ അത്ര നന്നായിട്ട് ചക്കപ്പുഴുക്കൊന്നും ഉണ്ടാക്കിയിട്ട് കൂടെ ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ഐഡിയ ഒക്കെ നമുക്ക് അറിയാം. അപ്പം നമ്മൾക്ക് പറ്റിയ ആ ഒരു ഐഡിയ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ചക്ക പുഴുകാൻ പോകുന്നു കേട്ടോ. നമ്മൾ ഇന്ത്യൻ ഷോപ്പിൽ നിന്ന് മേടിച്ച ആ ഒരു ചക്കപ്പുഴുക്കിൻ്റെ ചക്കയുടെ ആ ഒരു പാക്കറ്റ് ശരിക്കും പറഞ്ഞാൽ അതെല്ലാം കട്ട് ചെയ്ത് വളരെ എന്താ പറയുക നീറ്റായിട്ട് നല്ല അരിഞ്ഞ് വെച്ചേക്കുന്ന സാധനം. നമുക്ക് അരിയേണ്ട കാര്യം ഒന്നും ഒരു കാര്യമില്ല. അടിപൊളിയായിട്ട് ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്കതൊന്ന് വെള്ളത്തിലിട്ടൊക്കെ ഒന്ന് കുതിക്കി പിറക്കി എടുത്തിട്ട് നമുക്ക് ചക്കപ്പുഴുങ്ങ കാര്യങ്ങൾ തുടങ്ങാം. അപ്പോൾ അത്യാവശ്യം ചേരുവകളൊക്കെ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ നമുക്ക്. അപ്പം ചക്കപ്പുഴുക്കിന്റെ വീഡിയോ നമുക്ക് ഉടനെ തന്നെ കാണാം കേട്ടോ. നമ്മുടെ എന്താ പറയാ ചക്കപ്പുഴുക്കും അതുപോലെ തന്നെ നമ്മുടെ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെജിറ്റബിളൊക്കെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പൊ ഞാൻ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 2 ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ വലിയ 2 സവോള എടുക്കുന്നുണ്ട്. അതിന് കൂടാതെ ഇഞ്ചി അങ്ങനെയുള്ള നമ്മൾ സാധാരണ ഇറച്ചിക്കറിക്ക് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്ന സാധനം ഇപ്പൊ കേരള സ്റ്റൈലിൽ തന്നെ വെക്കാനാണ് പോകുന്നത്. അതുപോലെ തന്നെ ചക്കപ്പുഴുക്കിന് വെച്ച് തേങ്ങ അരച്ച് നമ്മൾ എന്താ പറയാ ഒന്ന് ചതച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്കത് ബ്ലെൻഡർ വെച്ച് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ കറിക്ക് വേണ്ടിയിട്ടുള്ള 2 സവോളയും അതുപോലെ 2 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുക ഈ വെളുത്തുള്ളി നമ്മൾ പീസായിട്ട് എടുത്തിട്ടുണ്ട് 5-6 ഇഞ്ചി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും കൂടെ നമുക്ക് എടുക്കണം. അപ്പോൾ ഇത്രയും സാധനമാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടായിട്ട് വേണ്ടത്. പിന്നെ പച്ചമുളക് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കറിവേപ്പിലൊക്കെ ഫ്രിഡ്ജിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കൂടെ നമുക്കൊന്ന് ഇച്ചിട്ടിട്ട് നമുക്കൊന്ന് ഗ്രേവി ആക്കി എടുക്കാം ആദ്യം തന്നെ കേട്ടോ. നമ്മുടെ ഉള്ളി അരിയണം തിരക്കിലാണ് കേട്ടോ. ഭയങ്കര കണ്ണ് അരിയണം. പിന്നെ നമ്മുടെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി കൂടെ എടുത്തിട്ടുണ്ട് അതിൽ കൂടെ തന്നെ. ഭയങ്കരമായിട്ട് അത് ഈ റെഡ് മീനാണ്. അപ്പം നല്ല ഭയങ്കരമായിട്ട് അരിയും കണ്ണ്. നമ്മൾ സവാള അരിഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഉരുളക്കിഴങ്ങ് ചെറിയ പീസായിട്ട് നമുക്കൊന്ന് സെറ്റപ്പായിട്ട് കഴിച്ചെടുക്കാം. ഒത്തിരി വലുതായിട്ട് വേണ്ട, ചെറിയ ഒരു 2 പീസ് മതി. കാരണം ഞാൻ ചിക്കൻ പീസ് എന്താ പറയുക ചിക്കൻ ഒത്തിരി ഇല്ല. കാരണം ഇന്നലെ ഞാൻ ചിക്കൻ ഉണ്ടാക്കിയായിരുന്നു. അപ്പം ഒത്തിരി ഇല്ല. അപ്പോൾ തൽക്കാലം നമുക്ക് ആ ചക്കപ്പുഴുക്കിൻ്റെ കൂടെ കൂട്ടാനുള്ളത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം ഒരു 2 പീസ് 3 പീസ് ചിക്കനുള്ളൂ. അതും മതി സത്യം പറഞ്ഞാൽ. പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ചിക്കൻ ഉണ്ടാക്കുമ്പോൾ കഴിക്കാൻ വേണ്ടി മതി. പിന്നെ കറിക്ക് കഴിഞ്ഞ ദിവസം ചിക്കൻ വെച്ച് ഇച്ചിരി വേറെ ഇരിപ്പുണ്ട്. ഇപ്പം എന്താ ചക്കപ്പുഴുക്ക് കൂട്ടാൻ വേണ്ടി സെപ്പറേറ്റ് ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, വേണ്ട
കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയത് തേങ്ങ അരച്ചുണ്ടാക്കിയായിരുന്നു. അപ്പം ഇന്ന് തേങ്ങ അരച്ചല്ലോ ഉണ്ടാക്കുന്നത്. ഇനിയാണ് ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഇപ്പോഴത്തെ കഴിക്കാൻ പാകത്തിന് ഇച്ചിരി ഉരുളക്കിഴങ്ങ് വേവിച്ച് നല്ല അടിപൊളിയായിട്ട് ഗ്രേവിയും കൂടെ ആക്കി എടുക്കാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ ബർഗർ ഉണ്ടാക്കിയ ആ ഒരു ചട്ടി അല്ലെങ്കിൽ മുട്ട ഉണ്ടാക്കിയ ചട്ടി അതുപോലെ തന്നെ വെച്ച് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കടുക് ഇട്ടിട്ട് നമ്മൾ മസാലയൊക്കെ ഇട്ടിട്ട് നമ്മുടെ എന്താ പറയുക സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് എല്ലാം വന്ന് കഴിയുമ്പോൾ നമ്മൾ തക്കാളിക്ക് ചേർത്ത് നമ്മൾ സാധാരണ ചിക്കൻ കറി വയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ചിക്കൻ വെച്ചെടുക്കാൻ പോകണം കേട്ടോ. പ്രൊസീജിയറൊക്കെ കാണിച്ചു തരാം. നമ്മളിപ്പം ഏകദേശം എണ്ണ ചൂടായി വന്നിട്ട് നമുക്ക് കടുകും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായതിനകത്തേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി ഒന്ന് സെറ്റപ്പായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം അതിനായിട്ട് ഞാൻ നമ്മുടെ സവോള അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി ഇതെല്ലാം കൂടെ എണ്ണയൊക്കെ ഒരു മിക്സ് നമുക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ ആയിട്ട് വരുന്ന വരെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ അതിനകത്തേക്ക് നമുക്കൊരു ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. കാരണം ഉപ്പിടുമ്പോൾ പെട്ടെന്ന് തന്നെ അത് വഴന്ന് വരില്ല. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇച്ചിരി ഇഞ്ചി അരിയാനുണ്ടെങ്കിൽ ഞാൻ എടുത്തില്ല. ഇഞ്ചി അരിഞ്ഞ് ഇട്ടോളാം. ഇപ്പോൾ ഒന്നായി വരട്ടെ കേട്ടോ. അതിനകത്തേക്ക് നമുക്ക് ഇഞ്ചിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് നമ്മൾ നല്ല അടിപൊളി പച്ച കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ കറിവേപ്പില മേടിച്ചിട്ട് അത് പ്ലാസ്റ്റിക് ബോട്ടിലിട്ടിട്ട് ഫ്രീസ് ചെയ്യും. അപ്പോൾ നോക്കിക്കുക പച്ച അതേമാതിരി കിട്ടും. കാരണം അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോകും. അപ്പോൾ അതല്ലാതെ ഇങ്ങനെ വെക്കുവാണെങ്കിൽ എളുപ്പമുണ്ട്. അതുപോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസ് കട്ടയാക്കി വെക്കുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ രണ്ടും ആയിട്ട് വയ്ക്കാം. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. അപ്പം അത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് തക്കാളിയും കൂടെ ചേർക്കാം. അതിനകത്തേക്ക് എന്താ പറയുക ഒനിയനും എല്ലാം കൂടെ ഇട്ട കാര്യങ്ങളെല്ലാം കൂടെ നമുക്ക് ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഗോൾഡൻ ബ്രൗണിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഇനി തക്കാളി ഇട്ട് കൊടുക്കേണ്ട സമയമാണ് കേട്ടോ. തക്കാളിയും കൂടി ഇട്ട് ആ എണ്ണ തെളിഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ ബാലൻസുള്ള നമ്മുടെ മസാല കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇല്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ പച്ചമുളക് ഞാൻ പോയിക്കോടെ ഉണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര പൈസയായിരുന്നു. മേടിച്ചില്ല. പൈസ കൂടുതലാണെന്നുകൊണ്ട് ഞാൻ എടുത്തില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ ഏകദേശം ചിക്കനുള്ള മസാല കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നന്നായിട്ട് നമ്മുടെ തക്കാളി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് അത്യാവശ്യം വേണ്ട പൊടികൾ ഐറ്റംസ് ഇട്ട് കൊടുക്കേണ്ട സമയമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി എന്ന് പറയുമ്പോൾ ഒരു 1.5 ടീസ്പൂൺ ഞാൻ ചേർക്കുന്നുള്ളൂ. ഒത്തിരി ചേർക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല മല്ലിപ്പൊടി ഒത്തിരി ചേർക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് മുളകിൻ്റെ പൊടി നമുക്കും അതുപോലെ തന്നെ ഒത്തിരി വേണ്ട. ഒരു കുഞ്ഞ് 2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മസാലക്കൂട്ടുണ്ട്, ഇറച്ചി മസാലക്കൂട്ടുണ്ട്. ആ മസാലക്കൂട്ട് ഇച്ചിരി ഇട്ട് കൊടുക്കാം. ഒത്തിരി വേണ്ട, അത്യാവശ്യം കുറച്ച് ആവശ്യമിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കാലത്ത് നമ്മുടെ ഇഷ്ടമുള്ള ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഒത്തിരി ഉപയോഗിക്കുന്നില്ലാത്തതുകൊണ്ട് കുറച്ച് ഇടുന്നുള്ളൂ. അതുപോലെ മസാലക്കൂട്ട് ഫുള്ളിട്ട് കൊടുത്തു. ഇനി നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അത് മൂത്ത് വരണം. നമ്മുടെ പൊടി ഐറ്റംസ് ഒന്ന് മൂത്ത് വരണം. മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടില്ല. മഞ്ഞൾപ്പൊടി ഇച്ചിരി കഴിഞ്ഞിട്ട് ഇടുന്നത്. മൂത്ത് വരണം. മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് വേറെ വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചാടിപ്പോയി കൊളാക്കുമ്പോൾ നന്നായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് അരപ്പ് പോലെ ആക്കിയെടുക്കണം. ഓക്കെ, വേണമെങ്കിൽ പിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അരപ്പ് പോലെ ആവാൻ വേണ്ടിയിട്ടാണ്.
എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ പാകത്തിന് മസാലപ്പൊടി ആവാൻ പാകത്തിന് ഇതല്ലേ ഇവിടെ ആ ഒരു മസാല ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പതുക്കെ ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുത്തുന്നതിനത്തേക്ക് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സമയം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് വേണമെങ്കിൽ മാറ്റാൻ പറ്റും. വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ പാത്രം വേണ്ട, ചെറിയ പാത്രം മതി. കാരണം ഞാൻ ഒത്തിരി ഉണ്ടാക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള അരപ്പ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് അത്യാവശ്യം നല്ലൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ചിക്കനും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിക്കുള്ള മസാല കാര്യങ്ങളെല്ലാം റെഡി ആയിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് നമ്മുടെ 5-6 പീസ് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നമുക്ക് ഇനി അതൊന്ന് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ച് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരാൻ പാകത്തിന് ആക്കിയെടുക്കണം. സമയം എടുക്കും, അതൊന്നും എന്തായാലും നമുക്കത് ചെയ്യാം കേട്ടോ. ചക്ക ഞാൻ ചൂടുവെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തിളപ്പിച്ച് ഊറ്റിയിട്ട് മുളകിടാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ തിളപ്പിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നല്ല അടിപൊളി ചക്കയാണ് കേട്ടോ. ഒരു കേടോ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ നാട്ടിലത്തെ നമ്മൾ ചക്ക അരിഞ്ഞേണ്ട അതേ ടേസ്റ്റ് തന്നെ. ആ ഫ്രോസൺ ആയിട്ടുള്ള അതങ്ങ് മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല ഫീലാണ് കേട്ടോ. അത് മേടിച്ചാൽ ഒരു നഷ്ടം പറയാനില്ല കേട്ടോ. നല്ല അടിപൊളി ചക്കയാണ്. അപ്പം നമ്മുടെ ചക്കയ്ക്ക് അരപ്പിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം കുറച്ച് തേങ്ങയുടെ എന്താണ് ഞാൻ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് മേടിച്ചേക്കുന്നത്. അതിൻ്റെ കൂടെ സവോള അതുപോലെ തന്നെ വെളുത്തുള്ളി ജീരക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ നമ്മൾക്കൊന്ന് അരച്ച് അടിപൊളിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചക്ക പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ചക്ക പതുക്കെ ഒന്ന് തിളപ്പിച്ച് ഉപ്പിട്ട് കരിയാപ്പിലേക്ക് ഇട്ട് വേവിച്ചെടുത്തിരുന്നു. അതിൻ്റെ അകത്തേക്ക് നമ്മൾ നമ്മുടെ തേങ്ങ അരച്ച് ചേർത്തിട്ടുണ്ട്. തേങ്ങ, ഉള്ളി, പച്ചമുളക്, പിന്നെ എന്താ പറയുക വെളുത്തുള്ളി, ജീരകം, കുരുമുളക് അതൊക്കെ എല്ലാം അരച്ച് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ഞാൻ സെപ്പറേറ്റാണ് ചേർത്ത്, അതുകൊണ്ടാണ് അതിൻ്റെ കളർ അങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഇതെല്ലാം സെറ്റപ്പാക്കി വന്നിട്ടുണ്ട്. ഇനി നമ്മളതൊന്ന് പതുക്കെ മൂടി വെച്ച് വേവിച്ചിട്ട് ചക്കപ്പുഴുക്കാക്കി എടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്ക് ഏകദേശം അത്യാവശ്യം ആ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ മുളകെല്ലാം ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് ജസ്റ്റ് മൂടി വെച്ചിട്ട് നന്നായിട്ട് ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ തീ കുറച്ച് ഇട്ടേക്കുന്നത് നന്നായിട്ടൊന്ന് ആവിയിലിരുന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. വെന്ത് വന്നു കഴിയുമ്പോൾ നമുക്കത് ഇളക്കി ചിക്കൻ കറിയുടെ കൂട്ടി നമുക്കൊരു അടുപ്പിടുത്തമുണ്ട് കേട്ടോ. കണ്ടോ നമ്മുടെ നാട്ടിൽ നല്ല ആവി പറക്കുന്ന ചക്കപ്പുഴുക്ക് നമ്മുടെ നാട്ടിലുണ്ടാക്കണ അതേ രീതിയിൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരു ഒന്നൊന്നര ടേസ്റ്റാണ് ശരിക്കും. നല്ല നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ചക്കപ്പുഴുക്കിൻ്റെ അതേ ടേസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. വളരെ നല്ലതാണ്. ഞാൻ വിചാരിച്ചു കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അത്ര നന്നാവുണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷേ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കണം എങ്ങനെയാണ് അതുപോലെ തന്നെ ഉണ്ടാക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അമേസിങ് എക്സ്പീരിയൻസ്. ചക്കയുടെ ഇത് നല്ല അടിപൊളി ചക്കയായിരുന്നു കേട്ടോ. നല്ല കറക്റ്റ് പാകം, നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. എല്ലാ കൂട്ടം ഉണ്ടായിരുന്നു. കുരുമുളക്, എന്താ പറയാ, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ഒക്കെ ഇട്ടിട്ട് നല്ല സെറ്റപ്പായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ എങ്ങനെ ഉണ്ടാക്കണേ അതേപോലെ തന്നെ നമ്മുടെ ചക്കപ്പുഴുക്ക് വന്നിട്ടുണ്ട്. അമേസിങ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ചക്ക ഉണ്ടില്ലാന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഞങ്ങൾ ഇവിടെ ചക്ക പുഴുങ്ങി തന്നു. ഭയങ്കര പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം ഡബിളിലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോയിട്ട് ചക്ക മേടിക്കുക, പുഴുങ്ങി തിന്നുക കേട്ടോ. പൊളിയാണ് കേട്ടോ. സൂപ്പറാണ്. താങ്ക് യു.